ഹായ്, നമസ്കാരം. വിദ്യാർത്ഥികളെല്ലാം പരീക്ഷക്കാലം കഴിഞ്ഞ് ഒരു വെക്കേഷൻ സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും മഹത്വമേറിയ ഒന്നാണ് ഒഴിവു സമയം എന്ന് പറയുന്നത്. ഈ ഒഴിവു സമയത്തിനെ അവൻ എങ്ങനെ ക്രമീകരിക്കുന്നു, അതിനോട് എങ്ങനെ സമീപിക്കുന്നു, അതാണ് അവൻ്റെ വിജയം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒഴിവു സമയത്തിലേക്ക് കടക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്ലാനൊക്കെ ഉണ്ടാകും. അവരവരുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് തന്നെയായിരിക്കും. എന്നാലും രക്ഷിതാക്കളോടായിട്ട് ആദ്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ, ഒരു 10 മാസക്കാലത്തെ തുടർച്ചയായിട്ടുള്ള പഠനത്തിൻ്റെ പ്രോസസ്സും ആനുവൽ എക്സാമൊക്കെ എഴുതിയിട്ട് അവരൊരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരവസ്ഥയിൽ നിന്നും അവരൊന്ന് റിലീസിന് വേണ്ടി വരുന്നൊരു സമയമായിരിക്കും. അതിൻ്റെ ആദ്യത്തെ ഒരു 2-3 ദിവസങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ തന്നെ നൽകുക. അവരൊന്ന് ഫ്രീ ആകട്ടെ. പക്ഷെ അവരാ ഫ്രീ ആകുന്നതോടൊപ്പം തന്നെ അവരോട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഈ 2 മാസക്കാലം അവർ ഇങ്ങനെ ഒരു മടിയന്മാരായിട്ടും അലസന്മാരുമായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവരുടെ അടുത്ത വർഷത്തെ പെർഫോമൻസിനെ ബാധിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിലാണ്. ഇന്ന് കുട്ടികൾക്ക് ബന്ധങ്ങളില്ല എന്നുള്ളതാണ്. അവരുടെ ബന്ധങ്ങളെല്ലാം നിൽക്കുന്നത് ഫാമിലിക്കും പുറത്തു നിന്നുകൊണ്ടാണ്. ഫാമിലിയിലുള്ള സഹോദരങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ, അമ്മയുടെ സഹോദരൻ, അവരുടെ വീടുകൾ സന്ദർശിക്കുക, അവരുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കുക, അവരുടെ പ്രായത്തിലുള്ള സമപ്രായക്കാരായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികളെ ഒരുമിച്ച് ചേർക്കുക, എന്നിട്ട് അവരുമായിട്ടുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ കുട്ടികളെ ഫാമിലി മാനാക്കിയിട്ട് അവരുടെ ഫാമിലിക്കുള്ളിൽ തന്നെ അവർക്ക് വേണ്ട റിസോഴ്സുകളെ നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കുവാൻ ഈ വെക്കേഷനിൽ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം ആ സമയത്ത് അവൻ അതിനെ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാ കുട്ടികളും, 99% മക്കളും ഇന്ന് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് അവർക്ക് വേണ്ട ടെക്നിക്കൽ സ്കിൽ ഏതാണെന്ന് കുട്ടികൾക്ക് തന്നെ അറിയാം. അവന് ഇൻട്രസ്റ്റഡ് ഏരിയ അവനറിയാം. അതറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷിതാക്കളൊന്ന് സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. അങ്ങനെ അതിലൊരു ഏരിയ കണ്ടെത്തിയിട്ട് അതിലൊരു സ്കില്ല് പഠിപ്പിക്കുവാൻ ഈ വെക്കേഷനിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവനോട് നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യുവാനുള്ള ടെൻഡൻസി കുട്ടികളിൽ കൂടുതലാണ്. അതിനേക്കാളും അപ്പുറം അവൻ്റെ ഒരു സമയത്തിൽ ഇത്ര സമയം നീ ഈ ഒരു കാര്യം പഠിക്കണം. ഓൺലൈൻ ആയിക്കൊണ്ടോ ഓഫ്ലൈൻ ആയിക്കൊണ്ടോ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോഴ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഒരു ടെക്നിക്കൽ സ്കില്ല് പഠിപ്പിക്കുവാൻ രക്ഷിതാക്കൾ കുട്ടികളോട് സമീപിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട്, ഇവന് ലാക്കായിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാകും. ചിലപ്പോൾ മാത്സ് ആയിരിക്കും, ചിലപ്പോൾ ലിംഗ്വിസ്റ്റിക് ആയിരിക്കും. ഏതാണെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുവാൻ കുട്ടികൾക്ക് നൽകണം. ഭാഷ വായിക്കുവാൻ പ്രയാസമുണ്ടെങ്കിൽ, എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കതിൻ്റെ ബേസ് നൽകുവാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ശ്രമിക്കണം. കുട്ടികളോട് പറയേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമാണ്, ഏറ്റവും നല്ല സുവർണാവസരമാണ്. മടിയന്മാരാകായിട്ടിരിക്കാതെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ കൂട്ടുകൂടിക്കൊണ്ട് തന്നെ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സോഷ്യൽ ചാരിറ്റി വർക്കുകളിൽ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ നാട്ടുപ്രദേശത്തുണ്ടാകുന്ന നല്ല നല്ല കൂട്ടായ്മകളിൽ നിങ്ങൾ ചേരണം. എപ്പോഴും ഫോണിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്തിലേക്ക് മാത്രം പോകാതെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി നിങ്ങൾ ഈ വെക്കേഷൻ സമയത്തിന് ചിലവഴിക്കണം. നല്ല നല്ല ശീലങ്ങൾ തുടങ്ങണം, പുസ്തകങ്ങൾ വായിക്കണം, കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം, ബ്ലോഗുകൾ എഴുതി തുടങ്ങണം, ജേണൽ എഴുതി തുടങ്ങണം. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഈ 2 മാസക്കാലത്ത് നിങ്ങൾക്ക് ക്രമീകരിക്കുവാൻ സാധിച്ചാൽ അടുത്ത അധ്യയന വർഷത്തിലെ വൻ വിജയം നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വർക്ക് ഷീറ്റിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നൽകുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് അതിനെ വിനിയോഗിക്കണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ നല്ലൊരു വെക്കേഷൻ ക്രമീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.